ഇവിടുത്തെ ഇക്വേഷൻ എന്താ? BA into BB is equal to BC square. BA എന്ന് പറയുന്നത് 4 ആണ്, BA എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BB എത്രയായിരിക്കും? BB എത്രയായിരിക്കും? 9 സെന്റിമീറ്റർ. എത്ര ആയിരിക്കും? 9 സെന്റിമീറ്റർ. BB മൊത്തത്തിൽ എടുക്കണം. കണ്ട? ഇനി BC എത്രയാണെന്ന് പറഞ്ഞാൽ എത്ര എടുക്കാം? BA എത്രയാ? 4. BB എത്രയാ? വീണ്ടും തെറ്റിക്കുന്നു. BA എത്രയാ? 4. BB എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്ര വരും? 9. അത് എഴുതി വെക്കണം, അല്ലെ തെറ്റിപ്പോ. BA അല്ല എടുക്കേണ്ടത്, ഇവിടെ എന്താ എടുക്കേണ്ടത്? BB മൊത്തത്തിൽ എത്രയാ? 9. BC സ്ക്വയർ. അപ്പൊ എത്ര വരും? 36. BC സ്ക്വയർ എത്ര വരും? 36. സ്ക്വയർ പ്രൂഫ് എന്ത് വരും? √36. √36 എന്ന് പറഞ്ഞാൽ എത്ര? 6. ഇതാണ് ഈ ഫിഗർ കണ്ടാൽ മനസ്സിൽ ഓടി വന്നത്. ഇക്വേഷൻ ഇങ്ങനെ വന്നാൽ ഫിഗർ BA into BB is equal to BQ into BR. ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കും? BA എത്ര? 3. BB എത്ര? 7. BQ എത്ര? 5. BR ഇല്ല. A3 21 ബൈ 5 ഇവിടെ വരുമ്പോ 21/5. ഇതിനെ ഡിവിഷൻ നടത്തുമ്പോ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായ? ഇനി ഇവിടെ 3, 7 അതിന്റെ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഇതിനെ ഇടുമ്പോൾ ഡെസിമൽ പോയിന്റ്. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അറിയാലോ? ഇക്വേഷൻ തിരിഞ്ഞു പോകരുത്. ഇക്വേഷൻ തിരിയുവോ? BA into BB is equal to BQ into BR അല്ലെങ്കിൽ BC into BD. ഇവിടെ എന്ത് വേണമെങ്കിലും വരാം. നിങ്ങൾ ഈ ഓപ്ഷനിൽ പഠിച്ചിട്ട് പോരും. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇവിടെ നേരെ ഇപ്പുറത്ത്, ഇവിടെ നേരെ അപ്പുറത്ത്. മറ്റേന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാൻ. രണ്ടും നേരെ ഡിസ്പ്ലേ ഇങ്ങനെ പോകുന്നു, നേരെ എന്ത് ചെയ്യുന്നു? നേരെ പോവാ. ഇവിടെ എന്താ ഇക്വേഷൻ? BC. ഇവിടുത്തെ ഇക്വേഷൻ എന്താ? BA into BB is equal to BC square. നമ്മളതുണ്ടെങ്കിൽ പഠിക്കുക. ഇപ്പം തന്നെ ഒരു കണ്ടുകൊണ്ട് ഫോട്ടോ എടുത്ത് വെച്ചേക്കും. ഫിഗർ പെട്ടെന്ന് വരച്ചത് കൊണ്ട് ഉള്ള ഫിഗർ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. അപ്പൊ ഇവിടെ APC എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ 80 ഉണ്ട്. ഇതൊരു ട്രയാങ്കിൾ അല്ലേ? എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നും നമ്മളെ കയ്യിലില്ല. ഇവിടെ ഉണ്ട്. ഇവിടെ ഏത് ട്രയാങ്കിൾ ഉണ്ട്? ABC. ട്രയാങ്കിൾ ABC നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ട്രയാങ്കിൾ ABCയിൽ DAC എത്രയുണ്ട്? ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. അപ്പൊ ഇച്ചിരി അങ്ങ് നീണ്ടുപോകും, നല്ല രസമായിരിക്കും. അപ്പൊ ABC ആംഗിൾ ABC ഇങ്ങനെ നീറ്റായിട്ട് അങ്ങ് എഴുതി വെക്കണം. കാണുന്നത് ആരെയാ? ACB ആംഗിൾ ACB എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് കുറയ്ക്കുക. അപ്പൊ എത്ര? 180 മൈനസ് 80 പ്ലസ് 40. 180-ൽ നിന്ന് 120 കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 60 ഡിഗ്രി. അപ്പൊ ACB കിട്ടി. എത്ര കിട്ടി? 60. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലൈൻ മൊത്തത്തിൽ ഒരു ലൈൻ ഇങ്ങനെ ലൈൻ പോയി കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? ലീനിയർ പെയർ. ദാറ്റ് ഈസ് 180. അപ്പൊ ഇവിടം വരെ 80 ആണെങ്കിൽ ഇവിടം തൊട്ട് ഈ ലൈൻ തൊട്ട് ഈ ലൈൻ വരെ അത് തിരിഞ്ഞു പോരുത്. ഇവിടം വരെ അല്ല, ഇവിടം തൊട്ട് ഇവിടം വരെ മൊത്തത്തിൽ എത്ര വരും? 100 വരും. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ആയിരിക്കും. ഏതാംഗിള്? ഈ QAC എന്ന് പറയുന്ന ആംഗിൾ. ഇവിടെ നിന്ന് ഒരു QAC ആംഗിൾ QAC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180-ൽ നിന്ന് 80 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 100 ഡിഗ്രി. കണ്ടോ? QAC എത്ര ആയിരിക്കും? 80. 80-ൽ നിന്ന് ഇത്രയും കുറയ്ക്കുമ്പോ എന്ത് കിട്ടും? 180. കണ്ടോ? ഇത് എത്ര? മൊത്തം എത്ര? ഇത് ഒരു ലൈൻ വരുന്ന മൊത്തം എത്രയാ? 180 ആണ് വരുന്നത്. അപ്പൊ എത്ര ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എത്ര ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയാൽ ഒരു വരയുടെ മുകളിൽ മൊത്തം എത്ര വരും? 180 വരും. ഇതെല്ലാം ഒരു വരയല്ലേ ഇത്? അല്ലേ? ആ വരയിൽ ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാം പോയാൽ അത് മൊത്തം എത്ര വരും? 180. അതിൽ 80 ഉണ്ട്. ബാക്കി എത്ര? മൊത്തം എത്ര ആയിരിക്കും? 100 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെ എത്ര ആയിരിക്കും? RCA ആംഗിൾ RCA എത്രയായിരിക്കും? 180-ൽ നിന്ന് 60 കുറയ്ക്കുമ്പോ എത്ര വരും? 120 ഡിഗ്രി. അല്ലേ മക്കളെ? എത്ര വരും? 120 ഡിഗ്രി വരും. അപ്പൊ ഇത് മൊത്തം എത്രയായിരിക്കും? RCA 120 ഡിഗ്രി.
ക്ലിയർ അല്ലേ? അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ 120 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 100 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ 100 ആണെങ്കിൽ ഇത് എത്ര വരും? 50. ഇത് എത്ര വരും? 50. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ 120 ആണെങ്കിൽ ഇത് എത്ര വരും? 60. അപ്പൊ ഇവിടെ 50, ഇവിടെ 60. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു PCA എന്ന് പറയുന്നത് 60 ആണ്, PAC എന്ന് പറയുന്നത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ APC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. സംഭവം സിമ്പിൾ, കഴിഞ്ഞു. കണ്ടോ? ഇങ്ങനെ വരുന്നു. ആംഗിൾ BAC എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ആംഗിൾ BCA എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ APC എന്ന് പറയുന്നത് 180 നിന്ന് 60ഉം 50ഉം കൂടി കുറയ്ക്കുന്നതാണ്. 180 മൈനസ് 110 ദാറ്റ് ഈസ് 70 ഡിഗ്രി. അപ്പൊ ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ ഫില്ലാക്കി കഴിഞ്ഞു.